കാസർഗോഡ് കാഞ്ഞങ്ങാട് ടൗണിൽ സ്കൂളിന് സമീപത്ത് കൂറ്റൻ മതിലിടിഞ്ഞ് വീണതിൽ ആശങ്കയൊഴിയാതെ നാട്ടുകാർ. നിരവധി വീടുകൾ ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് ഏത് സമയത്തും തകർന്നു വീഴാവുന്ന തരത്തിലാണ് മതിൽക്കെട്ടുകളുള്ളത്. അപകടം ഒഴിവാക്കാൻ അധികൃതരുടെ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാഞ്ഞങ്ങാട് നിന്നും രതീഷ് വാസുദേവൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ ദിവസം വലിയ തോതിൽ മണ്ണിടിഞ്ഞ് ആശങ്ക പരത്തിയ കാഞ്ഞങ്ങാട്ടെ നഗരഹൃദയത്തിന് അടുത്തുള്ള സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതിന് അല്പം അകലെയാണ് ആ സ്കൂൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന സ്ഥലം ഉള്ളത്. ആ സ്കൂളിൻ്റെ അരികു ഭിത്തി ഉൾപ്പെടെ വിണ്ടു നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതിന് കുറച്ച് അല്പം അകലെയാണ് ഈ 20 മീറ്റർ മാറിയാണ് നിൽക്കുന്നത്. ഇപ്പോഴും ഈ ഭാഗത്തും ആശങ്കകളുണ്ട്. അത് തുടരുന്നു തന്നെയാണ് നാട്ടുകാർ ഇന്നും പറയുന്നത്. എന്താണ് ഇപ്പോൾ ഈ വീണ്ടും ആശങ്കയുണ്ട്? കഴിഞ്ഞ ദിവസം അപകടം നടന്ന അതിന് സമീപ പ്രദേശമാണല്ലോ. ഉറപ്പായിട്ടും കഴിഞ്ഞ ദിവസം നടന്ന അപകട സ്ഥലം, ആ സ്ഥലത്ത് നിന്ന് 20 മീറ്റർ മാറിയിട്ടാണ് ഈ പള്ളിയുടെ പുറകുവശം നിൽക്കുന്ന ഈ ബിൽഡിംഗ് നിൽക്കുന്നത്. ഈ പുറകിൽ കാണുന്ന ഈ ഭിത്തി ഏകദേശം ഒരു 4 ആൾ പൊക്കത്തിലാണ് ഇത് കെട്ടിയിരിക്കുന്നത്. ശാസ്ത്രീയപരമായിട്ടുള്ള രീതിയിലല്ല ഇത് കെട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതിൻ്റെ ഈ ഭിത്തിയുടെ പകുതി ഭാഗം അടർന്നു വീണിരുന്നു. അന്നും ഇതേപോലെ തലനാരിഴയ്ക്കാണ് 2 കുട്ടികൾ ഇവിടുന്ന് രക്ഷപ്പെട്ടത്. അപ്പോൾ അന്ന് തന്നെ നമ്മൾ മുനിസിപ്പാലിറ്റിയിലും അതുപോലെ ബന്ധപ്പെട്ട അധികാരികൾക്കും എൻജിനീയേഴ്സിനും നമ്മളിത് പരാതി നൽകിയിരുന്നു. പക്ഷേ ഇതുവരെ ഇന്നലെ നടന്ന ഈ അപകടം നടക്കുന്നത് വരെ ഉദ്യോഗസ്ഥന്മാരാരും ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇവിടുത്തെ പ്രദേശവാസി എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, നാട്ടുകാർക്ക് പറയാനുള്ളത്, ഇനിയുള്ള പ്രവർത്തനങ്ങളെങ്കിലും ഇവിടെ നടക്കുന്ന കൺസ്ട്രക്ഷൻ വർക്കുകൾ അല്ലെങ്കിൽ ഭിത്തി കെട്ടുന്ന പ്രവർത്തനം ഔപചാരികമായി അല്ലെങ്കിൽ ഔദ്യോഗികമായി ഇവിടുത്തെ എൻജിനീയേഴ്സ് വന്ന് ആ മെറ്റീരിയൽസ് പരിശോധിച്ച് അവരുടെ നേതൃത്വത്തിൽ വേണം ഇവിടുത്തെ കൺസ്ട്രക്ഷൻ നടക്കാൻ. അല്ലെങ്കിൽ ഭാവിയിൽ ഇതിലും വലിയ രീതിയിലുള്ള അപകടം വരാനും മരണങ്ങൾ വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഭീതി. തീർച്ചയായും അവർ പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഈ പ്രദേശത്തെ ഭിത്തി നിർമ്മാണത്തിലൊക്കെ നടന്നത്. അത് ഇനി അനുവദിക്കില്ല. ശാസ്ത്രീയമായ പരിശോധന നടത്തി മാത്രമേ ഈ ഭാഗത്ത് അരികു ഭിത്തി നിർമ്മാണം നടക്കാൻ അനുവദിക്കൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. കാഞ്ഞങ്ങാട് നിന്നും രതീഷ് വാസുദേവൻ, ന്യൂസ് മലയാളം.